പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ സന്ധ്യയിലെ ഈ ശുശ്രൂഷകളായി ഒരുങ്ങാം. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. കാരുണ്യവാനും കൃപ നിറഞ്ഞതുമായ ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ മക്കളാകും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന ഈ കോവിഡ് രോഗത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കാനും ബന്ധപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാനും ജീവിതത്തിൽ ലഭിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവജനമായി ഒരുമിച്ച് ആലയത്തിൽ കൂടി വരുന്നതിന് ഞങ്ങൾക്ക് സാധിക്കില്ല എങ്കിലും ദൈവ സാന്നിധ്യത്തിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് കൂടി വരുന്നത് നിന്റെ സാന്നിധ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതാണെന്ന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ദേവാലയത്തിൽ സന്നിധിതരായിരിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാനായി തങ്ങളുടെ ഭവനങ്ങളിൽ ഒരുക്കത്തോടും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന എല്ലാവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാർക്കുന്ന ഞങ്ങളുടെ ദേശത്തെയും രൂപപ്പെടുന്ന സമൂഹത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ ലോകത്തെയും അപ്പോൾ അവിടുത്തെ കരങ്ങളിലേക്ക് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. നിന്റെ ദിവ്യ സമാധാനം എല്ലാവർക്കും നൽകണമേ. രോഗബാധിച്ചിരിക്കുന്നതായ ഒരു സമൂഹ മധ്യത്തിൽ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകുന്നവൻ അവിടുന്നാണല്ലോ. മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ നൽകുന്നവൻ നീയാകുന്നല്ലോ. ഈ സന്ധ്യയിൽ നിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു പടി കൂടെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ചെയ്യുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ ഞങ്ങൾ അതിനായി ഒരുങ്ങുന്നു. ഈ സന്ധ്യാസമയത്ത് അവിടെ നിന്നായി കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഗാന ശുശ്രൂഷയോടുകൂടെ ഈ സന്ധ്യയിലെ ഈ കൂട്ടായ്മ നമുക്ക് ആരംഭിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ ബോധ്യപ്പെടുത്തും. രണ്ട് കാര്യത്തിലാണ് നാം സമ്പന്നരായിരിക്കണം. ഒന്ന് ദൈവസ്നേഹത്തിൽ, രണ്ട് ദൈവ കരുണയിൽ. സ്വർഗത്തിൽ നമ്മെ അറിയപ്പെടുന്നത് കർത്താവിന്റെ നാമത്തിലാണ്. ഒന്നോർക്കുക, ദൈവം കണക്കില്ലാത്ത വ്യവസ്ഥയില്ലാതെ ഒഴുകിത്തരുന്ന ആക്കുക. അർഹിക്കാത്ത നന്മകൾ തന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തും. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാവുന്നല്ലോ. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നന്ദിയോട് സ്തുതി പാടിടാം. അല്പം ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നത് കൊണ്ടാവുന്നു നമ്മുടെ കൺവെൻഷൻ ഇപ്പം താമസിച്ച് തുടങ്ങുന്നത്. ദയവായി എല്ലാവരും തുടർന്നും ഇതിന്റെ അനുഗ്രഹത്തിനായി എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടും.
നന്ദിയോടെ ഹല്ലേലൂയ നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. യാക്കോബ് 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തോടെ അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നമ്മോടെ അടുത്തു വരും. ആർപ്പിട്ടപ്പോൾ എരികോ മതിലുകൾ തകർന്നു. വിശ്വാസത്തോടെ മോശ വടി ഉയർത്തിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്ന വഴിയൊരുക്കി. വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിക്കാൻ കഴിവുള്ളവർ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് തരുവാൻ വിശുദ്ധ വിരുദ്ധ കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കൈകളെ അടിച്ച് ദൈവത്തെ നമുക്ക് പാടിയാൽ ആരാധിക്കാൻ ഈ രാത്രികാലം ദൈവകൃപ വ്യാപരിക്കാൻ തക്കണം, ദൈവസ്നേഹം വ്യാപരിക്കാൻ തക്കണം, അത്ഭുത ശക്തി വിടുതൽ പ്രാപിക്കാൻ തക്കണം. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. വിശ്വാസത്താൽ
ദൈവത്തെ പാടി ആരാധിക്കാം. യെശയ്യാവ് 41:13 പറയുന്നു, നിന്റെ ദൈവമായ യഹോവയല്ല ഞാൻ നിന്റെ വലത്തെ വിരിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അവനെ ഏൽപ്പിച്ച എല്ലാറ്റിനും നമ്മെ കാണുന്ന ദൈവം. നമ്മുടെ ഭാരങ്ങളെ അവന്റെ ചുമലിൽ വെച്ചിട്ട് നമുക്കൊന്ന് വിശ്രമിക്കാം. ഭയപ്പെടേണ്ട, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ കാണും. എത്ര ഉറപ്പുള്ള വചനം! പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നമുക്കറിയാം, വലിയൊരു പ്രളയ ഭീതിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. കോവിഡ് എന്ന മഹാരോഗത്തിന്റെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ഈ രാത്രികാലം നമുക്ക് പരീക്ഷകളുടെ നടുവിൽ താങ്ങി നടത്തുന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. എനിക്കായി കരുതുന്നത് പരിഹാര
പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം. മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുകൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്ഥലത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ നിറങ്ങുന്നത് എന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശവും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാറിന്റെയും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാലുകളുടെ ഇരച്ചിലാൽ ആഴിയാഴെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെ എന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞതുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വിനിയോഗിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് ഇന്നീ സായാഹ്നത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം നൽകുന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് നന്ദി കരയറ്റണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്.
ഈ ലോകത്തിലെ ആശ്രയങ്ങൾ ഏത് നിമിഷവും നഷ്ടപ്പെടാമെന്ന് ഇന്ന് ലോകം നമ്മെ തെളിയിക്കുന്നതായ ഈ അവസരങ്ങൾ ഈ സായാഹ്നത്തിൽ ദൈവമുമ്പാകെ നമുക്ക് അടുത്തു വന്ന് പിതാവേ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ വന്നുപോയതായ വീഴ്ചകൾ, കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ബോധപൂർവമായി നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ, വാക്കില്, വിചാരത്തില്, പ്രവൃത്തിയില് ദൈവമേ നിന്നിൽ നിന്ന് അന്യമായി പോയതായ കുറവുകൾ, ഞങ്ങളുടെ സമസൃഷ്ടങ്ങളെ കാണാതെ പോയതായ ഞങ്ങളുടെ കുറവുകൾ, എത്രയോ അവസരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടും അതൊക്കെ പാഴാക്കിക്കളഞ്ഞതായ ഞങ്ങളുടെ കുറവുകൾ, നിന്റെ നാം മഹിമയ്ക്കായി ആവോളം പ്രവർത്തിപ്പാൻ അവസരം നൽകിയിട്ടും അതൊന്നും തക്കതായി ഉപയോഗിക്കുവാൻ കഴിയാതെ പോയ ഞങ്ങളുടെ കുറവുകൾ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ഇന്ന് ലോകമെമ്പാടും വളരെയധികം ഭീതിയിലായിരിക്കുന്നതായ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ജനത്തിൽ നിന്ന് മഹാമാരിയെ മാറ്റിയ ദൈവനമ്പുരാനെ, മിസ്രൈമിൽ നിന്ന് അടിമത്തിൽ നിന്ന് ഉള്ളതായ പ്രയാണത്തിൽ കൂടിയിരുന്ന ദൈവനമ്പുരാനെ, ഞങ്ങളുടെ ഈ ലോകത്തിൽ നിന്ന് കോവിഡ് എന്ന മഹാമാരിയെ ഇല്ലാതാകുവാൻ നിന്റെ കൃപ വൈദ്യശാസ്ത്രത്തോടുകൂടെ ജനത്തോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധയിടങ്ങളിൽ ശാരീരികമായ പ്രയാസത്തിൽപ്പെടുന്നതായ എല്ലാ രോഗികളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്വാറന്റൈനിൽ ആയിരിക്കുന്നവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഐസൊലേഷനിലായിരിക്കുന്നവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്റെ സമാധാനവും സൗഖ്യവും ദൈവമേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളുണ്ടായതായ പ്രകൃതി ദുരന്തത്തിൽ പാരപ്പെടുന്നതായ എല്ലാ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ ബന്ധുമിത്രാദികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി കരിപ്പൂർ വിമാന അപകടത്തിൽ വേർപാടിന്റെ വേദനയിലായിരിക്കുന്നതായ ഭവനങ്ങൾ, മണ്ണിടിച്ചിൽ വേർപാടിന്റെ വേദനയിലായിരിക്കുന്നതായ ഭവനങ്ങൾ, ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. വെള്ളപ്പൊക്കത്തിന്റെ ദുരിതത്തിലായിരിക്കുന്നവരെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. വിവിധയിടങ്ങളിൽ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. ആശുപത്രിയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകമായി മാരാമൺ ഇടവകയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പൂർവ്വ മാതാപിതാക്കളിലൂടെ ലഭ്യമായ ദർശനത്തെ അണയാതെ സൂക്ഷിക്കാൻ ദൈവമേ പുതുതലമുറയെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ ഇടവകയെ ദിനമായി കൊണ്ടാടുവാൻ ഇടവകയായി കഴിയുന്നില്ല എങ്കിലും ഞങ്ങളെ നടത്തിയതായ ദൈവകൃപയെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് ഓർക്കുവാൻ ഈ ദിവസങ്ങൾ നൽകുന്നതിനായി ദൈവത്തിന് നന്ദി കരയറ്റണം. പ്രത്യേകമായി നമ്മുടെ ഇടവകാലങ്ങൾ ആശുപത്രിയിൽ കഴിയുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ ക്രിസ്ത്യായിരിക്കുന്ന കുന്നിലേത്ത് ക്രിസ്തഫർ പ്രത്യേകം ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തോടെ ഇടവകയെ നയിപ്പാനുള്ള കൃപയൊക്കെ എന്റെ മകന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. വടക്കേ തടുമുണ്ടിൽ ആനന്ദ് ഫിലിപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നു. പ്രിയ മകനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പൂർണ്ണമായ സൗഖ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ചെറുപുഴയ്ക്കാത്ത സണ്ണി ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. മിസിസ് മറിയാമ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും ഓർക്കാം. ഈ ദിവസങ്ങളിൽ ചികിത്സയിലായിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ക്യാൻസർ രോഗത്തിന്റെ വിവിധ സ്റ്റേജുകളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മറ്റ് സർജറികൾക്ക് വിധേയരായവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം.
നമ്മുടെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും, വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെയും, മറ്റ് സാമ്പത്തികമായ പ്രതിസന്ധികൾ, വിവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന, വേർപാടിന്റെ വേദനയിലൂടെ കടന്നു പോകുന്ന ഭവനങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിമിതിയിൽ വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട്, വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവമേ, ഈ ദൈവവചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കൾ ഏത് പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ പോയാലും ആശ്വാസദായകനായ ഭർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഓരോ ദിനവുമായിരിക്കാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയെ നയിക്കുന്നതായ വൈദിക ശ്രേഷ്ഠത്തെ ഓർക്കാം. ഹൃദയമായി ജോർജ് അബ്രഹാം അച്ഛനെയും കുടുംബത്തെയും, ഡൈജോ അച്ഛനെയും കുടുംബത്തെയും, മറ്റ് എല്ലാ വൈദികരെയും സുവിശേഷകരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നിന്റെ ദാനങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ ഞങ്ങൾ ഏത് മികച്ചാലും വീണ്ടും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കൂടിയോളം താഴ്ത്തി കേൾപ്പിക്കുന്നു. തിരുവചന ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തന്നെ ഒരുക്കുന്ന സ്ഥാനം വചനം ഞങ്ങളോട് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കണമേ. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ഞങ്ങളോട് പ്രവർത്തിക്കണമേ. കൃപ കൂടെ ഞങ്ങളെ സഹായിക്കണമേ. മാനവും മഹത്വവും അങ്ങ് തന്നെ എടുക്കണം. വരവിനായി ഞങ്ങളെ ഒരുക്കണം. സകലവും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമം തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ജി.കെ. മാത്യൂസൻ, വിജയരാജൻ, കർത്താവിൽ ഏറ്റവും സ്നേഹവും മത്സരമുള്ള പ്രിയ സഹോദരങ്ങളെ, അവിടെ ഉണ്ടായി ഇരുന്നുകൊണ്ട് ഈ സന്ധ്യയിലെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യം അല്പം താമസം ഉണ്ടായിരിക്കുന്നു. പ്രോഗ്രാം ഉണ്ടായതുകൊണ്ടാണ് താമസിച്ചത്. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ പങ്കെടുക്കും. നാം എല്ലാം കടന്നു പോകുന്ന ഈ കാലഘട്ടത്തെ നമുക്കെല്ലാം പരിചിതമായിരിക്കുന്ന ഒരു സന്ദർഭം. മുറിക്കുള്ളിൽ അകപ്പെട്ടും അടക്കപ്പെട്ടും അന്യോന്യം അകലം പാലിച്ചും സംസർഗമില്ലാതെയും ഒക്കെ ഇരിക്കുന്നതായ ഒരു കാലം. ഭയവും ഭയാശങ്കകളും ഒക്കെ നമ്മെ പിടിച്ചിരിക്കുന്ന ഒരു കാലം. ദൈവജനമായി ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരുവാനുള്ള ദിവസങ്ങൾ പ്രതീക്ഷയോട് നോക്കി പാർക്കുന്ന വിശ്വാസ സമൂഹം. ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് ആശങ്ക വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇത് അവസാനിക്കും, നാളെ നമുക്ക് ഒരുമിച്ച് കൂടി വരാം എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്ന വിശ്വാസം. എന്നാൽ ഓരോ ദിവസത്തെയും വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് വിദൂരമാണ് എന്ന് ചിന്തിക്കുന്നതായ സമയം. എന്നാൽ അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ദേവാലയത്തിൽ ദൈവസാന്നിധ്യത്തിൽ നാം ഇരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ അടുക്കളിൽ നമ്മോടൊപ്പമായിരിക്കുന്ന മാറ്റമില്ലാത്ത കർത്താവിന്റെ സാന്നിധ്യം ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ നാളുകളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ ഈ നാളുകളിൽ അത്യധികമായി ശക്തിയിരിക്കും. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. ഈ ദിവസങ്ങൾ നാലാമൻ മാർത്തമായ ഇടവകത്തോളം മറക്കാനാവാത്തതായ ദിവസങ്ങൾ. മലങ്കര സഭയെ സംബന്ധിച്ചോളം അത് മറക്കാനാവാത്തതായ ദിവസമാണ്. 1736 മലങ്കര സഭയിൽ നവീകരണത്തിന് കാരണമതി അബ്രഹാം തീരുമാനിച്ചത്. നവീകരണത്തിന്റെ ഈറ്റിലമായിരിക്കുന്ന മാരാമൻ പള്ളി ഒരു വലിയ ദൈവവചനത്തിലൂടെയുള്ള വിപ്ലവത്തിന് മാറ്റം കുറിച്ചു. അത് നന്ദിയോടെ ഓർക്കുന്നതായ ദിവസം. അതിലുപരിയായി മലയാള ഭാഷയിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷ ചൊല്ലിയതായ ആരാധന തനത് ഭാഷയിൽ ആരാധിച്ചതായ എബ്രഹാം മൽക്കാനശൻ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായ 15 നോമ്പിനോടനുബന്ധിച്ച് അന്ന് ആരാധനയ്ക്ക് പെരുന്നാളുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവം. ആ പെരുന്നാളിന്റെ സമാപന ദിവസത്തിൽ
വിശ്വാസ സമൂഹത്തിന് അവർക്ക് മനസ്സിലാകുന്നതായ ഭാഷയിൽ ടക്സായിലെ റോമിയോനും ചെതറായും മലയാളത്തിലേക്ക് ചൊല്ലി എന്നുള്ളതാണല്ലോ ആദ്യ സംഭവം. അതുപോലെ തന്നെ കൈതിൽ ഗീവറീസ് മൽപ്പാനച്ചനും അപ്രകാരം മലയാളത്തിലേക്ക് ആരാധന വഴിമാറ്റം നൽകി എന്നുള്ളത് മറക്കാനാവാത്തതായ സംഭവമാണ്. അതതിൻ്റെ നാന്ദിയായ കുറിച്ചെങ്കിൽ അത് കഴിഞ്ഞ് ഒരു മാസം കൂടെ കഴിയുമ്പോഴാണ് വീണ്ടും പെരുന്നാളിനോടനുബന്ധിച്ച് ഉണ്ടായതായ ഒരു വലിയ സംഭവം. കന്നിമാസം 1-ാം തീയതി വീണ്ടും ഒരു മാസം കൂടെ കഴിയുന്നു. അതുകൊണ്ട് ഈ മാരാമൺ ഇടവകയെ സംബന്ധിച്ചോളം ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ അതിന് പിതാവാം കുറിച്ച ഈ ഇടവക വിശ്വാസ സമൂഹത്തിൽ നൂറ്റാണ്ടുകൾ പലത് കഴിയുമ്പോഴും ഇന്നും വിശ്വാസത്തിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഈ കാലങ്ങളിൽ നമ്മെ ഒരുക്കുന്നു. 1440 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ആരംഭം കുറിച്ചതായ മാരാമൺ മാർത്തോമാ ഇടവക ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ എത്ര സ്തുതിച്ചാലും മതി വരാത്തതായ ദിവസം. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരാൻ സാധിക്കാതിരിക്കുമ്പോൾ ഇപ്രകാരം ഒരു ചെറിയ ഒരു ശുശ്രൂഷ നിർവഹിക്കുവാനാണ് ദൈവം അതിനുവേണ്ടതായ ആലോചന നടത്തുന്നത്. ഇപ്രകാരം ഈ ഇന്നും നാളെയും വൈകിട്ട് കൂട്ടായ്മ യോഗമായി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയും ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യുവിനോട് ആ ആഗ്രഹം ആവശ്യം പറഞ്ഞപ്പോൾ അച്ഛനത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഈ സംഖ്യയിൽ വന്ന് ദൈവവചനത്തിലൂടെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇടവ ജനങ്ങൾക്ക് സഭയ്ക്ക് വളരെ ശക്തമായ സന്ദേശം നൽകുവാൻ പ്രിയപ്പെട്ട അച്ഛൻ ആശ്രമം സ്വീകരിച്ചു. പ്രിയപ്പെട്ട അച്ഛൻ മലങ്കര മാർത്തോമാ സഭയിൽ ഒരു സീനിയർ വൈദികനാണ്. തന്റെ സജീവ സേവനത്തിന്റെ അവസാന വർഷമാണ്. വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിക്കുന്നു. ഇപ്പോൾ ചെറിയറമ്പ ഇമ്മാനുവൽ മാർത്തോമാ ഇടവകയുടെ വികാരിയായി അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലും സൂം മീറ്റിംഗിലൂടെയും ആരാധനകളും കൂട്ടായ്മകളും ഒക്കെ നേതൃത്വം നൽകുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ നേതൃത്വനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ധ്യയിലെ ദൈവജന ശുശ്രൂഷയ്ക്കായ പ്രിയപ്പെട്ട അച്ഛനെ ഏറ്റവും ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോച്ചൻ വളരെ വിഹിതമായി ശുശ്രൂഷ നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ ഈ ശുശ്രൂഷകളിലൊക്കെ ലൈവായി ചെയ്യുന്നതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ അച്ഛന്റെ നേതൃത്വത്തിൽ അവരുടെ നേതൃത്വത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സിദ്ധാംഗങ്ങൾ ചുരുക്കമ്പ് ഇടവജനങ്ങളായ ചുരുക്കമ്പ് ഇന്ന് ഈ സന്ധ്യയിൽ സംബന്ധിക്കുന്നു. ഇടവ ചുമതലക്കാർ വന്ന് സംബന്ധിക്കുന്നു. അവിടെയുള്ള ഇടവജനങ്ങൾ മറ്റ് പ്രിയപ്പെട്ടവർ സ്നേഹിതർ സ്വദേശത്തും വിദേശത്തുമൊക്കെ ഈ സന്ധ്യയിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവജന ശുശ്രൂഷക്കായി ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യുവിനെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കരുണയ്ക്കായി കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു. അവരുടെ കഴിവും കഴിവുകളെല്ലാം ബലവീനതകളും ബലവും എല്ലാം നിന്റെ കരങ്ങളിൽ വെച്ചു. നീ ഞങ്ങളെ എത്രത്തോളം ജയോത്സവമായി നടത്തുന്നവർക്ക് സ്തോത്രം. ഞങ്ങളുടെ ഇടവ കൂട്ടായ്മയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. സഭയുടെ കൂട്ടായ്മയ്ക്കായി നിന്നെ വാഴ്ത്തുന്നു. ഇന്നേ ദിവസം ഞങ്ങൾ കൂടി വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിലകളും സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിലേക്ക് ഒരു പിതാവിന് മുമ്പിൽ മക്കൾ എന്നാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഈ ഇടവകയോടും ശുശ്രൂഷ ചെയ്ത വൈദ്യരോടും കുടുംബങ്ങളോടും സുശേഷകരോടും ജനത്തോടും കരുണയുണ്ടാകണമേ. ഉണർവിൻ്റെയും ചൈതന്യത്തിൻ്റെ അനുഭവത്തെ പുരുഷത്തിൽ നൽകണമേ. ലോകത്തോട് കരുണയുണ്ടാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ബഹുമാനപ്പെട്ട ജോർജ് കൈവച്ചൻ വിജയിച്ചൻ മാരാമൺ മാർത്തോമാ ഇടവകയുടെ വൈകാരികമായി തന്നെ വളരെയധികം ബന്ധം എനിക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചതിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ഇടവക ഭാരവാഹികളോടും മറ്റേ പ്രിയപ്പെട്ട എല്ലാവരോടും പ്രത്യേക നന്ദിയും സന്തോഷവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നാളെയും ബഹുമാനപ്പെട്ട ഏബ്രഹാം യുവമനുഷ്യനാണല്ലോ ദൈവത്തിൽ നമുക്ക് ആവശ്യമാണ് നൽകുന്നത്. ഞങ്ങൾക്ക് ഒരുമിച്ച് സെമിനാരിയിൽ അഭ്യസനം നടത്തുവാനും ഒരുമിച്ച് ഷമാശന്മാരാകുവാനും ഒരുമിച്ച് കശിശമാരാകുവാനും
184 വർഷം നവീകരണം പിന്തുടരുകയും അത്ര അനുഗ്രഹകരമായ അനുഭവമാണ്. ഈ ഇടവകയ്ക്ക് എല്ലാ നന്മകളും പ്രാർത്ഥനാ അനുഭവങ്ങളും ആശംസിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. അതിജീവനത്തിൻ്റെ സംഗീതം ആലപിക്കുക എന്ന് നമുക്ക് 42-ാം സങ്കീർത്തനത്തിൽ തലക്കെട്ട് കൊടുക്കുക. അതിജീവനത്തിൻ്റെ സംഗീതം ആലപിക്കുക. ഞാൻ ചെയ്തപ്പോൾ 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ഥലത്തൂടെ നടന്നു പോയപ്പോൾ നമ്മളുടെ സഭാംഗമായ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ചെറിയ മാടക്കടയിൽ ഇരിക്കുന്ന ഒരു ആളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഇദ്ദേഹത്തെ അറിയാം. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹമാണ് കോട്ടയിൽ കർത്താക്കന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ കണ്ണി. അപ്പോൾ ഞാൻ കർത്താവിനെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ, കോട്ടയിൽ കർത്താക്കന്മാരെ കുറിച്ച് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? അപ്പോൾ പറഞ്ഞു, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് റാന്നിയുടെ നാടുവാഴികളായി അധികാരപ്പെടുത്തിയ ആളുകളുടെ പേരാണ് കോട്ടയിൽ കർത്താക്കന്മാർ. ഒരു സമയത്ത് റാന്നി പ്രദേശം മുഴുവൻ അടക്കി വാങ്ങിരുന്ന ആളുകളുടെ അവസാനത്തെ കണ്ണിയാണ് നാടക്കടയിൽ ചുരുണ്ടുകൂടി ഒരു മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ടിരിക്കുന്ന. ജീവിതത്തിൽ മനുഷ്യർക്ക് നഷ്ടപ്പെടൽ സർവ്വസാധാരണമാണ്. നഷ്ടപ്പെടലിന്റെ കഥകൾ ധാരാളമാണ്. ചരിത്രം മുഴുവൻ നഷ്ടപ്പെടലിന്റെയും നഷ്ടപ്പെടുത്തിയതിന്റെയും കഥയാണ് പറയുന്നത്. വെട്ടിപ്പിടിക്കലിന്റെയും കരുത്തിന്റെയും കാപട്യങ്ങളുടെയും അത്യന്ത ആഹ്ലാദ മാർഗങ്ങളുടെയും ഇടയിൽ മനുഷ്യൻ നഷ്ടപ്പെടലിന്റെയും നഷ്ടപ്പെടുത്തലിന്റെയും കഥകൾ കൂട്ടിച്ചേർക്കുകയാണ്. എല്ലാ സാഹിത്യ രൂപങ്ങളിലും ഈ നഷ്ടപ്പെടലിന്റെയും നഷ്ടപ്പെടുത്തലിന്റെയും തീവ്രവേദന നിറഞ്ഞു നിൽക്കുന്ന കഥകളും മറ്റ് സാഹിത്യ രൂപങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. സഭകളുടെയും രാഷ്ട്രങ്ങളുടെയും കഥകളും വ്യത്യസ്തമല്ല. ധാരാളം നഷ്ടപ്പെടലുകൾ അനുഭവിക്കുന്നവരാണ് ജനസമൂഹം. ദുരന്തങ്ങളുടെയും അപകടങ്ങളുടെയും അകാരണതകളുടെയും സങ്കീർണതകളുടെയും കഥകളും കവിതകളും എന്തുമാത്രം മനുഷ്യൻ ചൊല്ലിത്തീർന്നിരിക്കുന്നു. ഓരോ സങ്കീർത്തനങ്ങൾ ആ കൂട്ടത്തിലുള്ളവയാണ്. അവയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. വിഷാദം സർവ്വലൗകികമായിരിക്കുന്ന കാലത്ത്, ഗ്ലോബൽ ഡിപ്രഷൻ ഇൻ എവറി സെൻസ്, ഒരു വിശ്വാസിയുടെ അടിത്തറ ഉറപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഈ സങ്കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 42-ാം സങ്കീർത്തനം പ്രധാനമായും കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കോരപുത്രന്മാർ എന്ന് പറയുന്നത് മോശയുടെ കാലത്തുണ്ടായിരുന്ന ഭൂമി വിഴുങ്ങിയ കോരഹിന്റെ നേരിട്ടുള്ള പുത്രന്മാരല്ല എന്ന് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 24-ൽ കോരഹിന്റെ 3 അവർ കോരഹിനോടൊപ്പം മരിച്ചില്ല എന്നും പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1 മുതൽ 40 വരെയാണ് കോരഹിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ നേതാക്കളായിരുന്ന ശമൂവേൽ പ്രവാചകൻ കോരഹിന്റെ 6-ാം തലമുറയിൽപ്പെട്ടവനായിരുന്നുവെന്ന് നമുക്ക് കാണാം. ദൈവം കോരഹിന്റെ മക്കളെ ഉപേക്ഷിച്ചില്ല. മോശയുടെ അന്തസഹോദരനായിരുന്ന കോരഹിന്റെ തലമുറകൾ ദൈവാലയത്തിൽ ലേവ്യരുടെ ശുശ്രൂഷകൾ നിർവഹിച്ചു. അവർ കാഴ്ചയപ്പമുണ്ടാക്കി. പഴയ കാഴ്ചയപ്പങ്ങൾ മാറ്റി പുതിയവ വെച്ചു. പഴയവ നിയമപ്രകാരം ഔദ്യോഗിക മര്യാദ പ്രകാരത്തിന് അവർ ഭക്ഷിച്ചു. ദൈവാലയത്തിന്റെ പുഷ്ടി അവർ അപ്രകാരം പ്രാപിച്ചു. മാത്രമല്ല, അവർ സംഗീതക്കാരായിരുന്നു. 11 സങ്കീർത്തനങ്ങൾ കോരഹിന്റെ തലമുറയിൽപ്പെട്ടവരുടേതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 42-ാം സങ്കീർത്തനം, 44 മുതൽ 49 വരെയുള്ള സങ്കീർത്തനങ്ങൾ, 84, 85, 87, 88. 42-ാം സങ്കീർത്തനത്തിന്റെ ഭാഗമായിരുന്നു 43-ാം സങ്കീർത്തനം. ഒഴിവാക്കപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്തവരുടെ ദുഃഖം എങ്ങനെ കോരപുത്രന്മാരുടെ ഒരു ഭാഗമായി മാറ്റപ്പെട്ടു? പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, കോരഹിനുണ്ടായ മാനഹാനി തലമുറകളോളം മാറാതെ നിന്നു എന്നുള്ളതാണ്. എന്നാലും നിന്റെ വലിയ വല്യപ്പനല്ലേ
ആ വല്യപ്പനെയല്ലേ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. ദൈവത്തിനും മോശയ്ക്കും വിരോധമായി നിന്നതിന്റെ ഫലമായി ശാപഗ്രസ്തരായി പോയവരുടെ തലമുറയല്ലേ നിങ്ങൾ. തലമുറകളുടെ പ്രവൃത്തികൾ മൂലം വേട്ടയാടപ്പെടുന്ന അനന്തര തലമുറകളെ കുറിച്ച് നമുക്കറിയാം. ശാപവിമുക്തി നടത്തുന്നവർ ഇങ്ങനെയുള്ളവരെയും വേട്ടയാടുന്നുണ്ട്. ശാപമാണ്. വേട്ടയാടപ്പെട്ട തലമുറ പഴയ ചരിത്രത്തിലെ പിതാക്കന്മാർ അനുഭവിച്ച ആ വേദനകൾ എല്ലാം കൂടെ ആ പശ്ചാത്തലത്തിൽ എഴുതിയതായി. രണ്ടാമത്തെ ചിന്ത 2 രാജാക്കന്മാർ 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. യഹൂദ്യ രാജ്യം, അതായത് തെക്കേ രാജ്യം, അവിടെ അമസ്യാവ് രാജാവായി. നമുക്കറിയാം, ശലോമോന് ശേഷം രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. തെക്കേ രാജ്യവും വടക്കേ രാജ്യവും. തെക്കേ രാജ്യത്തിന്റെ പേര് യഹൂദ്യ, അതിന്റെ തലസ്ഥാനം യെരൂശലേം. വടക്കേ രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ, അതിന്റെ തലസ്ഥാനത്തിന്റെ പേര് ശമരിയ. അങ്ങനെ യഹൂദ്യ രാജ്യത്തിന്റെ രാജാവായി അമസ്യാവ് അനേകരെ തോൽപ്പിച്ച് നിഗളിച്ചു. വടക്കേ രാജ്യമായ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നവർ അവരെ വെല്ലുവിളിച്ചു. ഇസ്രായേൽ രാജാവായിരുന്ന യഹോവാശ് വേണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് യുദ്ധം ചെയ്യിച്ചു. യഹോവാശ് യെരൂശലേം പിടിച്ചടക്കി. യഹോവയുടെ ആലയത്തിലും രാജധാനിയിലും കണ്ടതല്ല പൊന്നും വെള്ളിയും സകല ഉപകരണങ്ങളോടും കൂടെ എടുത്തുകൊണ്ട് ഗ്രാമ്യക്കാരായി കണ്ടവരെ എല്ലാം, പ്രത്യേകിച്ച് ലേവ്യരെയും പിടിച്ചുകൊണ്ട് ശമരിയയിലേക്ക് പോയി. ആ കൂട്ടത്തിൽ കോരകന്റെ തലമുറയിൽപ്പെട്ട ലേവ്യരും ഉണ്ടായിരുന്നു. ഒരു രാജാവ് ആവശ്യമില്ലാതെ അഹങ്കാരം കൊണ്ട് പിടിച്ചു വാങ്ങിയ അടിമത്വമാണ്, പ്രവാസമാണ് ഈ ലേവ്യർ അനുഭവിച്ചത്. ദൈവാലയം വിട്ട് അവർ നാട് ചുറ്റേണ്ടതായിരുന്നു. ലേവ്യരുടെ ഏറ്റവും വലിയ സങ്കടം, അവർ ആരാധിക്കുകയും അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ ആശ്രയിക്കുകയും ചെയ്ത അവരുടെ ആലയം വിട്ട് നാട് ചുറ്റേണ്ടതായി വന്നതാണ്. മൂന്നാമത്, ഇസ്രായേലിന്റെ ബാബിലോൺ പ്രവാസവുമായി ബന്ധപ്പെട്ട ഇത് എഴുതിയതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 137-ാം സങ്കീർത്തനം പോലെ യെരൂശലേമിനോടുള്ള സ്നേഹവും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു വിധത്തിൽ ഈ സങ്കീർത്തനം എഴുതി എന്ന് ചിന്തിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഓരോരുത്തന്മാർ അവരുടെ നഷ്ടപ്പെടലിനും കഷ്ടപ്പാടിനും പുറത്താക്കപ്പെടലിനും ഈ 3 കാര്യങ്ങൾ ആയിരിക്കാം ഇടയാക്കിയത്. അവ ഇന്നും പ്രസക്തമാണ്. 1, പിതാക്കന്മാരുടെ ദുഷ്പേര് മൂലമുണ്ടായ മനോവേദന. തങ്ങളുടെ മുൻതലമുറയിൽപ്പെട്ടവർ അതിന് കൊടുക്കേണ്ടി വന്ന വില. ഓരോ പ്രകൃതി ദുരന്തവും ശാപമാണെന്നുള്ള തെറ്റായ പഠിപ്പിക്കൽ. 2, രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ട അഹങ്കാരപരമായ തീരുമാനം മൂലം ജോലിയും സുരക്ഷിതവും നഷ്ടപ്പെട്ട ലേവ്യരുടെ വേദനയും സങ്കടവും. 3, ദൈവത്തിന് അനിഷ്ടമായത് ചെയ്ത് പാപപ്രമാണത്തിൽ ജീവിച്ചതിനാൽ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നപ്പോഴുണ്ടായ വ്യതയും സങ്കടവും. ദൈവത്തിൽ നിന്നും ദൈവ ഉദ്ദേശത്തിൽ നിന്നും അന്യപ്പെടുമ്പോൾ അടിമത്തിൽ, ബോണ്ടേജ്, പ്രവാസ, എക്സിൽ തനിയെ ഉണ്ടാകുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രകൃതി നിർമ്മിതവും മനുഷ്യനിർമ്മിതവുമായ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ എങ്ങനെയാണ് 42-ാം സങ്കീർത്തനം എഴുതിയാൽ ഇതിനെ അതിജീവിക്കുവാനൊക്കെ എന്നാണ് സഹായകരമായി വരുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിന്റെ സർവ്വ നോവുകളും ഓർമ്മിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. പ്രധാനപ്പെട്ട അച്ഛനത് വായിച്ചതുകൊണ്ട് സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും അത് വായിക്കുന്നില്ല. ഓൾ കൈൻഡ്സ് ഓഫ് പെയിൻ, എല്ലാ തരത്തിലുള്ള വേദനകളും അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ്, ഒരു കൂട്ടരെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നാം ഓർത്തതുപോലെ ആത്മാവിന്റെ വിഷാദത്തിന്റെയും ശരീരത്തിന്റെ അലച്ചിലിന്റെയും മനസ്സിന്റെ നൊമ്പരപ്പെടലിന്റെയും ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഈ അതിജീവനം നമുക്ക് സാധ്യമാണ്? 4 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഓർമ്മിപ്പിച്ച് നമുക്ക് ധ്യാനം അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. 1, നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയ മനസ്സിലാക്കലും ഉറവിങ്കിലേക്ക് മനസ്സുകൊണ്ടൊരു തിരിച്ചുപോകും നമുക്ക് ആവശ്യമായിരിക്കും. A realistic understanding of what is lost
and you turn to the source. ഒന്നും രണ്ടും വാക്യങ്ങളാണ് പറയുന്നത്. മാനത്തോടുകളിലേക്ക് വരുവാൻ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാണ്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അവർ മനസ്സിലാക്കണം. ഉറവിങ്ങിലേക്ക് മനസ്സുകൊണ്ടൊരു തിരിച്ചുപോക്കും നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിന് മസ്തി എന്നാണ് എബ്രായ ഭാഷയിൽ പറയുന്നത്. സോങ് ഫോർ ഇൻസ്ട്രക്ഷൻ, അതാണ് അതിന്റെ അർത്ഥം തന്നെ. തിങ്കിങ് ആൻഡ് ഫീലിംഗ് വിത്ത് ഗോഡ് എന്ന് കൂടി അതിന്റെ അർത്ഥമുണ്ട്. തിങ്കിങ് ആൻഡ് ഫീലിംഗ് വിത്ത് ഗോഡ്, ദൈവ അനുഭവത്തോടു കൂടിയ വിചിന്തനം എന്ന് വേണമെങ്കിൽ പറയാം. സെയിന്റ് അഗസ്റ്റിന്റെ കൺഫെഷൻസ് എന്ന ആത്മകഥ ആരംഭിക്കുന്നത് സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അത് പലതരത്തിൽ ആളുകൾ വായിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന വാചകം ഞാൻ ഒന്നുകൂടെ വായിക്കാം. The thought of God stays in a human being so deeply that he cannot be content unless praises you, because you made us for yourself, and our hearts find no peace until ദൈവചിന്ത മനുഷ്യാത്മാവിനെ ആഴത്തിൽ അവന് തൃപ്തിയാകാത്ത വിധത്തിൽ ഇളകിക്കൊണ്ടേയിരിക്കും. കാരണം അവിടുന്ന് ഞങ്ങളെ നിന്നെ സൃഷ്ടിച്ചു. നിന്നെ വിലയം പ്രാപിക്കുന്നതുവരെയും ഞങ്ങളുടെ ഹൃദയം ശാന്തി കണ്ടെത്തുകയില്ല. AD 387 ഒരു ഉയർന്ന ഞായറാഴ്ച ഈ സങ്കീർത്തനം വായിച്ചാണ് സെയിന്റ് അഗസ്റ്റിൻ സ്നാപനം സ്വീകരിച്ചത്. അതുകൊണ്ടുകൂടെ ആകാം അതിനുശേഷം ജ്ഞാനസ്നാന തൊട്ടിയിൽ പല സ്ഥലത്തും ഒരു മാനിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്. ഉറവകൾ പറ്റിപ്പോകുന്നിടത്ത് എന്റെ ഉറവകളൊക്കെയും നിന്നിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനങ്ങൾ 57 മാൻ നീർത്തോട്ടിലേക്ക് ഓടി കിതച്ചു വരികയാണ്. കാരണമുണ്ട്. ഇവിടെ ഡിയർ എന്ന് എഴുതിയിരിക്കുന്നത് ഹാർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൽ ആയിട്ടുള്ള ആൺമാൻ അതിനെയാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭയങ്കരമായ വേനൽ, പലതരത്തിലുള്ള വേട്ടക്കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീർത്തോടിനായി കാക്ഷിക്കുകയാണ്. വെള്ളമില്ലാതെ ഉണങ്ങി വരുന്ന ദേശം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ ദൈവം നോക്കുന്നതായി നാം വായിക്കുന്നു. യഥാർത്ഥത്തിൽ സെയിന്റ് അഗസ്റ്റിൻ പലതരത്തിലുള്ള തത്വസംഹിതകളുടെ അനുഭവങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ അനുഭവങ്ങൾക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, വൈകാരികപരമായ അനുഭവശിക്ഷകൾക്ക് വേണ്ടി ഓടി നടന്നു. എന്നാൽ ഈ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ഈ സ്വച്ഛമായ വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്ന് സ്നാപനം എടുക്കുകയായിരുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നതുകൊണ്ട് ഈ സങ്കീർത്തനത്തിന് അപ്വേർഡ് ലുക്ക് ഫ്രം എ ഡൗൺവേർഡ് സോൾ എന്ന നാമകരണം നേരിടുന്നു. അപ്വേർഡ് ലുക്ക് ഫ്രം എ ഡൗൺവേർഡ് സോൾ എന്നാൽ നമുക്ക് തിരിച്ചും പറയാം, ഡൗൺവേർഡ് ലുക്ക് ഓഫ് ആൻ അപ്വേർഡ് ഗോഡ്. നഷ്ടപ്പെട്ടതിന്റെ വില അറിഞ്ഞാൽ മാത്രമേ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് വ്യഥയുണ്ടാകുകയുള്ളൂ. കയ്യിലിരിക്കുന്ന ഒരു പവൻ ഒരു കൊച്ചു പൈതൽ എടുത്ത് നഷ്ടപ്പെടുത്തിയാൽ അതിന് യാതൊരു വ്യഥയുമില്ല. അതിന്റെ ലോകപ്രകാരമുള്ള വില അറിയുന്നവർക്ക് അത് വ്യഥയുണ്ടാക്കും. കഴുത്തിൽ കിടന്ന ബ്രഹ്മപണത്തിന്റെ പ്രൈസ് ടാഗ് അല്ല, വാല്യൂ ടാഗ് ആണ്. വിളക്ക് കത്തിക്കാനും വീട് അടിച്ചു മാറാനും കണ്ടെത്തും വരെ അന്വേഷിക്കുവാനും ആ സ്ത്രീരംഗത്തോട് ആവശ്യപ്പെട്ടത്. നഷ്ടപ്പെടുത്തുന്നതിന്റെയും വില, മൂല്യം അറിയാത്ത മനുഷ്യരെ കൊണ്ട് ഇന്ന് ലോകം നിറയുകയാണ്. ആയുസിന്റെ വില മനസ്സിലാക്കാത്തവർ. എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ ഞാൻ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയൊക്കെ ആയിട്ടും വേണ്ട വിധത്തിൽ യൗവനക്കാർ പോലും ആയുസിന്റെ വില മനസ്സിലാക്കി വേണ്ട പ്രൊട്ടക്ഷൻ സ്വീകരിക്കാത്തത് കാണാറുണ്ട്. ദൈവാലയത്തിന്റെ ഉള്ളിൽ ദൈവാനുഭവത്തിന്റെ സമൃദ്ധി നുണഞ്ഞിരുന്ന പുരോഹിതന്മാർക്ക് അവർക്ക് നഷ്ടപ്പെട്ടതിന്റെ വില അറിയാമായിരുന്നു. ഫിലിസ്തീരാൽ ദൈവത്തിന് പെട്ടകം പിടിക്കപ്പെടുമ്പോൾ ഫീനെഹാസിന്റെ ഭാര്യ പറഞ്ഞു, മഹത്വം ഇസ്രായേലിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടതിന്റെ വില സ്വന്തം ഭർത്താവിന് അറിയില്ലായിരുന്നു. എന്നാൽ ഫീനെഹാസിന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞു, മഹത്വം ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി.
ഒരുവൻ നീതിക്ക് വേണ്ടി ഓടി തളർന്നു. അരുവിയിലെ വെള്ളം കൂടെ വറ്റിയപ്പോൾ ചൂരച്ചെടി തണൽ അതും അവസാനിച്ചു. കാക്കയുടെ വരവ് നിലച്ചു. ഇനിയും ഞാൻ കഴിച്ച അപ്പത്തിന്റെ ശക്തി കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ ഓടും എന്ന് പറഞ്ഞ് ഓടി. അവിടെ സ്വസ്ഥമായിരിക്കാം എന്ന് വിചാരിച്ചു. എന്നാൽ അവന്റെ ഓട്ടം ദൈവത്തിന്റെ മനസ്സിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു. ദൈവത്തിലേക്ക് നോക്കാതിരുന്നപ്പോൾ അവന്റെ മുമ്പിൽ ഇതാ ഒരു കൊടിയ ഭൂകമ്പം, പിന്നീട് തീയെ, കൊടുങ്കാറ്റ്, എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു മൃദുസ്വരം. ഏരിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം? ദൈവത്തിന്റെ ദൂരം വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ മൃദുസ്വരം നാം കേൾക്കാം. നീ ഓടി തളരുമ്പോൾ, മാനിനെ പോലെ തളർന്നിരിക്കുമ്പോൾ ആ ശബ്ദം നിനക്ക് കേൾക്കാം. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് തിരിച്ചറിയുക, നീ എഴുന്നേറ്റ് വീണ്ടും ഓടുക എന്ന് ദൈവം തമ്പുരാൻ ഏലിയാവിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പന്റെ അടുക്കൽ നിന്ന് എല്ലാ മുതലും റിസോഴ്സസ് സമ്പാദിച്ച മകൻ മുതലെല്ലാം തീർന്നപ്പോൾ ഉറവിലേക്ക് സോഴ്സ് തിരികെ വരുന്നു. അപ്പ ആ വെളിയിൽ എല്ലാം ഉണ്ടായിരുന്നു. അപ്പന്റെ സഹിതമാണ് എന്റെ ആശ്വാസം, ആനന്ദം എന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. പിന്നീട് അവൻ മുതലെടുപ്പിന് തുറന്നില്ല, ശ്രമിച്ചില്ല. മുതലെല്ലാം വാങ്ങിക്കൊണ്ടുപോയി. പക്ഷെ പിന്നീട് മുതലെടുപ്പ് ഉണ്ടായില്ല. അപ്പൻ കൊടുത്ത വസ്ത്രങ്ങളെക്കാൾ, ചെരുപ്പിനേക്കാൾ, മോതിരത്തേക്കാൾ, ഒരുക്കുന്ന സത്യവട്ടത്തേക്കാൾ, അപ്പന്റെ ആകെയുള്ള സ്വത്തിനേക്കാൾ അപ്പ നിന്റെ സഹിത്വമാണ് എന്റെ ആശ്വാസം, എന്റെ ആനന്ദം എന്ന് അവൻ പറയുകയാണ്. എന്റെ ശക്തി തീരുമ്പോൾ ഒരിക്കൽ കൂടെ മാത്രം ശിംശോൻ അലറി കരയുകയാണ്. എല്ലാം മറന്നുപോയി, എല്ലാ വിശുദ്ധിയും പോയി, എല്ലാ വ്രതവും നഷ്ടപ്പെടുത്തി. എങ്കിലും കർത്താവേ, ഒരിക്കൽ കൂടെ മാത്രം upward look of a downward soul. കെട്ടിയിട്ടിരുന്ന ആരാധനാലയത്തിന്റെ തൂണുകൾ ചലിച്ചു. കെട്ടിടം ആകമാനം അനങ്ങി, അത് താഴേക്ക് ചലിച്ചു. ശിംശോന്റെ ജീവിത ഉദ്ദേശം സഫലമായി. ഡൗൺവേർഡ് ലുക്ക് ഓഫ് ദി അപ്വേർഡ് ലോക്ക്. This may be an end time in our life. എന്നാൽ അവസാനത്തിലും ആദ്യത്തെ പരാജയങ്ങളെ കീഴ്നിർത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്നേഹത്തിലും സമർപ്പണത്തിലും മുടങ്ങി പോകുമ്പോഴും അവിശ്വാസത്തിൽ മുങ്ങിപ്പോകുമ്പോഴും ഉയർത്തുന്ന ഒരു കരകണമെന്ന് കൂട്ടിപ്പിടിപ്പിക്കുന്നത്, പത്രോസേ, നീ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? നീ ഇവരധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ചോദ്യം കർത്താവിൻ്റെല്ല. നിനക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നീ ദുഃഖിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പത്രോസ് ദുഃഖിച്ചു. സ്നേഹിക്കുന്നതിന് മുമ്പായ ഒരു ദുഃഖം പത്രോസ് ദുഃഖിച്ചു. സകലവും നീ അറിയുന്നു. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദുഃഖിക്കുന്നവന് ക്രിസ്തു സാന്നിധ്യം നിശ്ചയമാണെന്ന് നമുക്ക് പറയാം. വചനം നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു സഭയെക്കുറിച്ചുള്ള ദുഃഖം നവീകരണം. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ ചില ദുഃഖങ്ങളുടെ ആകത്തുക ആനന്ദത്തിന്റെ അനുഭവവിശേഷമായി മാറിയതാണ് നവീകരണം എന്നതാണ്. രണ്ടാമത്, നിന്റെ പഴയകാല അനുഭവങ്ങളെ ഓർക്കുക. മൂന്നാമത്തെയും നാലാമത്തെയും വാക്യം, റിമെമ്പർ യുവർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി കൊണ്ടിരിക്കുന്നു. ഉത്സവമായിരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ഓരോരുത്തർമാർ ഓർക്കുന്നു. ഒന്ന്, ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. രണ്ട്, ഇന്നത്തെ എന്റെ ആഹാരത്തെക്കുറിച്ച് അത് കണ്ണുനീരാണ് ഞാൻ ഓർക്കുന്നത്. എന്നാൽ ഞാൻ എന്റെ ദൈവാലയത്തിൽ വെച്ച് കഴിച്ച ആഹാരത്തെക്കുറിച്ചും ഞാൻ ഓർക്കുന്നു. These things I remember as I pour out my soul, how I used to go with the multitude, leading the procession of the house of God with shouts of joy and thanksgiving,
among the festive throng. തപ്പനോട് നൃത്തത്തോടും വാദ്യമേളങ്ങളോടും കൂടെ ആരോപണഗീതങ്ങൾ പാടി ജനത്തെ നയിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് പോയ ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. pouring out of my soul. കണ്ണുനീർ മാത്രമല്ല എന്നെ ഒഴുകുന്നത്, പിന്നെ എന്താണ്? എൻ്റെ ആത്മാവിൽ ചില കാര്യങ്ങൾ ഒഴുകി വരികയാണ്. അതെന്താണ്? എൻ്റെ ഓർമ്മകൾ നിറഞ്ഞു വീഴുന്ന പാത്രമായി ഇപ്പോഴും ആത്മാവിനെ സൂക്ഷിക്കാനാവുന്നതാണ് അതിന്റെ അർത്ഥം. വരൾച്ചയാണ്, പ്രതികൂല കാലാവസ്ഥയാണ്, പക്ഷേ നിറഞ്ഞ മനസ്സ്, ആത്മാവ് പകരത്തക്ക വിധം ഇതാ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിലും ശക്തിയിലും നമ്മിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തന്റെ യഥാർത്ഥ ഭാവമാണ്. ഓർമ്മകൾക്ക് അത്രമാത്രം ഘനമുണ്ട്, ശക്തിയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. വടക്കൻ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ബനാറസ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ നമുക്കൊരു കൊച്ചു കോൺഗ്രിഗേഷൻ ഉണ്ടായി. അവിടെ ഒരു അമ്മച്ചി സൂര്യാഘാതമേറ്റ് നാട്ടിൽ നിന്ന് മക്കളെ സന്ദർശിക്കാൻ വന്ന കിടപ്പായി. രണ്ടു വശവും തളർന്നു പോയി, സംസാരിക്കുക മാത്രമേ. 20-കാരത്തെയാണ്. CSI ആയിരുന്നു ജനിച്ചു വളർന്നത്. ശങ്കരാമംഗലത്ത് കുടുംബത്തിൽ വിവാഹം ചെയ്തത്. അവരവിടെ വന്നു കിടപ്പായി പോയി. ഈ അമ്മച്ചിയെ കാണുന്ന ഇങ്ങനെ ആശ്വസിച്ചു. ആ വ്യതയോടുകൂടെയാണ് ഞാൻ ആ ഭവനത്തിൽ പ്രവേശിച്ചത്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അമ്മച്ചിയുടെ മുഖം സൂര്യൻ ശോഭിക്കുന്നത് പോലെ ശോഭിച്ചു. ഞാൻ വിചാരിച്ചു കാരണം എന്താണ്? സംസാരിച്ചു തുടങ്ങിയപ്പോൾ കാര്യം അമ്മച്ചി ഒന്നും പറഞ്ഞില്ല. എല്ലാം ഒഴുകി വന്നത് ദൈവവചനമാണ്, സംഗീതമാണ്. CSI സഭയിൽ പഠിച്ചിരുന്ന പാട്ടുകളല്ല. ഞാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയി, പക്ഷെ ആശ്വസിക്കപ്പെട്ടവരായി തിരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വല്ല നമുക്ക് ലഭിച്ചാൽ അനുഗ്രഹം കാണാൻ വേണ്ടി പാടില്ല, അനുഭവിക്കാൻ വേണ്ടി പാടില്ല ദൈവത്തിന്റെ സന്നിധിയിൽ. അതുകൊണ്ട് ഇതൊരു അനുഗ്രഹമായി പകരപ്പെടുന്നതായി നൽകപ്പെടുകയാണ്. സംഗീതക്കാരനായിരുന്ന ദാവീദ് വിപരീത അനുഭവങ്ങൾ പകർന്നുകൊണ്ട് സംഗീതം പകർന്നുകൊണ്ടേയിരുന്നു. നിറഞ്ഞ പാത്രങ്ങളായി വന്ന് പകർന്നു കൊടുക്കണം. ദാവീദ് പറഞ്ഞു ശൗലിന്റെ അടുക്കൽ, എന്റെ അനുഭവം ഞാൻ പറയാം. ഒരിക്കലൊരു കരടി, ഒരിക്കലൊരു സിംഹം അവരെന്റെ ആടിനെ പിടിച്ചു. ഒന്നിനെ ഞാൻ അടിച്ചു വന്നു, ഒന്ന് ഞാൻ കീറിക്കളഞ്ഞു. ആ ദൈവം എന്നെയും പിടിക്കും ഈ മല്ലന്റെ കയ്യിൽ നിന്ന്. എന്നെ മാത്രമല്ല, ശൗരാജാവേ, നിന്നെയും ഈ നിൽക്കുന്ന ജനത്തെയും പിടിക്കും. ദൈവത്തിന്റെ പരിലാളനയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് നിശ്ചയമായ അതിശക്തമായ രീതിയിൽ ദൈവം അനുഭവിക്കാൻ സാധിക്കും. നവീകരണമാണല്ലോ, നവീകരണത്തെക്കുറിച്ച് ഓർക്കുന്ന ദിവസമാണല്ലോ. അബ്രഹാമത്താനസിനെ കുറിച്ച് എല്ലാവരും ഓർക്കും. മാത്യൂസ് മർത്താനാസോസ് മെത്രാപ്പൊലീത്തയെ കുറിച്ച് കുറച്ചേ ഓർക്കും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നത്. 13-ാം മാർത്തോമ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ഇത്രമാത്രം നന്മ ചെയ്തു കൊടുത്ത ഒരു വ്യക്തിത്വമുണ്ടോ എന്ന് സംശയിക്കണം. ബ്രഹ്മനത്തിന്റെ ആത്മീയമായി ആധ്യാത്മിക രംഗത്തുള്ള ഒരു മാറ്റമായിരുന്നെങ്കിൽ മാത്യൂസ് മർത്താനാസു സാമൂഹ്യവും സാമ്പത്തികവും ആയിട്ടുള്ള വലിയ മാറ്റം, രാഷ്ട്രീയമായി പോലും മാറ്റങ്ങൾ വരുത്തിയാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നതിൽ മാത്രമല്ല, ഓരോ ഒരു കമ്മ്യൂണിറ്റിയുടെ ആകമാനമായി ഉയർത്തുന്നതിന് സഹായകമായി തന്നെയാണ്. സിംഹതുല്യനായി ജീവിച്ച പ്രവർത്തിച്ചയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത്? 1840 22 വയസ്സ് പ്രായം. കുറെ ഹർജിയും തയ്യാറാക്കി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. കൊച്ചി തുറമുഖത്ത് ചെന്നു. കൊച്ചി തുറമുഖത്ത് മദ്രാസിലേക്ക് പോകുമ്പോൾ ഒരു കൂട്ടുകെട്ടി ഒരു കൊച്ചു തമ്പുരാൻ, കൊച്ചി രാജകുടുംബത്തിൽപ്പെട്ടയാൾ രാമവർമ്മ. അദ്ദേഹത്തിന് ക്രിസ്ത്യ വിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നത് പഠിക്കാൻ വേണ്ടി കൂടെയാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോയത്. മദ്രാസിലേക്ക് കൂട്ടുകെട്ടി അദ്ദേഹത്തോട് സുവിശേഷം ഒരുമിച്ച് പങ്കിട്ടു. പിന്നീട് അദ്ദേഹം ജേക്കബ് രാമവർമ്മയായി. മദ്രാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബോംബെക്ക് എങ്ങനെ പോകും? പട്ടാളക്കാർ ബോംബെക്ക് കുതിരപ്പുറത്ത് പോകുന്നുണ്ട്. അവർ പറഞ്ഞു, ഒരു കുതിരയെ തരാം, കയറിയിരിക്കാം. ആയുസ് കുതിരപ്പുറത്ത് കയറാത്ത മാത്യൂസ് മർത്താനാസസ് മാത്തൻ
കൂടാരമേശയുടെ ഒരു കുതിരപ്പുറത്ത് കയറി. സഭാ ശുശ്രൂഷ ഒരു കുതിരപ്പുറത്ത് കയറി. മാർത്തോമാ സഭയിൽ ഇന്നും അങ്ങനെ തന്നെയാണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. എന്നാൽ മയക്കമില്ലാത്ത ആ കുതിരയുടെ പുറത്ത് അദ്ദേഹം യാത്ര ചെയ്തു. ഈ പട്ടണക്കാരോടൊപ്പം മുംബൈയിൽ ചെന്നിറങ്ങി. അവിടെയുള്ള പള്ളി കണ്ടുപിടിച്ചു. സായിപ്പന്മാരുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു മദാമ 800 രൂപ തിരിച്ചു കൊടുത്തു. പായ്ക്കപ്പലിൽ അവിടെ നിന്ന് കയറി പോവുകയാണ്. ഇവിടേക്കാണ് ബാഗ്ദാദിലേക്ക്. ഒരു മുസ്ലിം യുവാവിനെ കൂട്ടിക്കിട്ടി. 5 മാസം ഈ പായ്ക്കപ്പലിൽ യാത്ര ചെയ്തു. അതിനുശേഷം ബാഗ്ദാദിൽ ചെന്നിറങ്ങി. മണലാരണ്യത്തിലൂടെ നടന്നു. ജ്വരം ബാധിച്ച കിടപ്പിലായി. അങ്ങനെ സത്രത്തിൽ ആരില്ലാതെ കിടക്കുമ്പോൾ, ആര് നോക്കുമെന്ന് അറിയാതെ കിടക്കുമ്പോൾ ഒരു സായിപ്പ് മദാമയെ അതിലൂടെ പോയി. ഇംഗ്ലീഷിൽ വിളിച്ചു പറഞ്ഞു രക്ഷിക്കണേ, സഹായിക്കണം. അവർ ചെന്നപ്പോൾ ആരാണെന്ന് വെളിപ്പെടുത്തി. കയ്യിലുണ്ടായിരുന്ന പേപ്പേഴ്സ് കാണിച്ചു. ഇന്നതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞു. അവർ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നാണ്. ആ ഹോട്ടലിൽ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്കൊരു മകനുണ്ടായിരുന്നു. അവൻ ഒരു കദൂരി ഉണ്ടായിരുന്നു. കദൂരിയെ പിടിച്ചുകൊണ്ടുപോയി മുസ്ലിങ്ങൾ. എന്നിട്ട് അവരുടെ മതാചാരപ്രകാരം മുസ്ലിമാക്കാൻ പോവുകയാണ് അറബികൾ. അതുകൊണ്ട് വെളിയിലിറങ്ങണ്ട എന്നാ ഈ അമ്മ പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കദൂരിയെ ഒന്ന് കാണാൻ പറ്റുമോ? ദൂരെ പോയ ഒരു സ്ഥലത്ത് നിന്ന് കദൂരിയെ കണ്ടു. കദൂരിയോട് പറഞ്ഞു, നീ ഇറങ്ങുക. ആരാവുണ്ടാകാത്ത ധൈര്യം ഇന്ന് ഓർമ്മ. കദൂരി ഇറങ്ങണമെന്നില്ല. ചില ദിവസം അമ്മയുടെ എടുക്കണമെന്ന് ചോദിച്ചു. എങ്ങനെ ഇറങ്ങണമെന്ന് ചോദിച്ചാൽ ആരാണ്? കറുത്ത മനുഷ്യൻ. പറഞ്ഞു അവനൊരു ക്രിസ്ത്യാനി. വീണ്ടും ചെന്നു. കദൂരിയെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോയിട്ട് വന്നു. അവിടുന്ന് കദൂരിയോട് ചോദിച്ചു, കുറുക്കുമാ ദേറ എവിടെയാണ്? കുറുക്കുമാ ദേറയിലേക്ക് രണ്ടുപേരും നടന്നു പോവുകയാണ്. അല്ലെങ്കിൽ കഴുതപ്പുറത്തായിരിക്കും യാത്ര ചെയ്തത്. മരുഭൂമിയുടെ മധ്യത്തിൽ കുറുക്കുമാ ദേറ, ഇവിടെ ദേറ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ ദേറായിൽ ചെന്നപ്പോൾ ഇതാ ഒരാൾ പ്രഭാത സവാരി വേണ്ടി വരും. മറ്റാരുമില്ലാതെ മോലാന ഏലിയാസ് സ്വാമി. അദ്ദേഹം ഷമാസിനെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ദേറായിലേക്ക് പോയി. ഷമാസിനെ ആശ്ലേഷിച്ചു. പക്ഷെ അദ്ദേഹം ആദ്യം പറഞ്ഞത്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ കദൂരിയെ രക്ഷിക്കണം. അത്രയും സ്വഭാവമായും മക്കൾ ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, കദൂരിയെ നമുക്ക് യെരുശലേമിൽ വിടാം. അവിടുത്തെ ഒരു നിയമമാണ്, ഹോളി പ്ലേസസ് കണ്ട് വരുന്ന ആളുടെ പേര് മക്കുദിശ എന്ന പേര് കൊടുക്കും. മക്കുദിശ ആയി കഴിഞ്ഞാൽ പിന്നീട് ആളെ ഉപദ്രവിക്കാൻ പറ്റില്ല. അങ്ങനെ സ്ഥാനപ്പേരും സാക്ഷ്യപത്രവും നൽകിത്തക്കണം. അന്നേ ഈ സ്നേഹത്തിന്റെ കരുതലിന്റെ ഭാഷ നമ്മുടെ മെത്രാജന്മാർ പഠിച്ചത്. കദൂരിയെ രക്ഷിച്ചു. രസകരമായ ഒത്തിരി കാര്യങ്ങൾ പറയുന്നെങ്കിലും ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ ഒന്നല്ല നവീകരണം ഉണ്ടായത്. അദ്ദേഹം ബാബായും കൂടെ വീട്ടിനകത്ത് നിന്ന് വെളിയിലേക്ക് പോകുന്ന സമയത്ത് കുറെ ആളുകൾ നടന്നു പോകുന്നു. മുട്ടാളന്മാരാണ്, ഭീകരന്മാരാണ്. ബാബ പറഞ്ഞു, അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട. വീണ്ടും കയ്യെത്തി നോക്കിയപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ തലയുണ്ട്. 12 തലകൾ മനുഷ്യരുടെ. പെട്ടെന്ന് ബാബ പിടിച്ചതിന്റെ അകത്തേക്കാക്കിയതിനു ശേഷം കഥ അടച്ചു. നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, നിന്റെ രാജ്യം പോലെ എന്റെ രാജ്യം. പിന്നീടത്തെ കഥകളൊന്നും ഞാൻ പറയുന്നത്. ഈ കഷ്ടതകൾ സഹിച്ചിട്ടാണ്, വേദനകൾ സഹിച്ചതിന് ശേഷമാണ്, റിസ്ക് എടുത്തതിന് ശേഷമാണ് അദ്ദേഹം മലക്കരയിലേക്ക് വന്നത്.
അദ്ദേഹത്തിന്റെ കത്തിലെ ഒരു വാചകം യൂഹാൻ തിരുമേനി എടുത്തെഴുതിയത് ഞാൻ വായിക്കാം. ആരും എന്നെ അംഗീകരിക്കില്ല എന്ന് തന്നെയും ദൈവാനുഗ്രഹത്താൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. എന്നെ ഏറ്റവും ചതിക്കുന്ന ഹൃദയമാണ് എനിക്കുള്ളത്. എന്നെ തന്നെ ഞാൻ എങ്ങനെ നയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ദൈവത്തിന് എന്നോട് കരുണയുണ്ടായിരിക്കുകയും എന്നോട് കൂടെ ഇരുന്ന് തന്റെ പിതൃനിർവിശേഷമായ സാന്നിധ്യം കൊണ്ട് എന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വടക്കൻ ഇടവകളെല്ലാം കൈവിട്ടു. സ്വീകരണം കൊടുത്തവർക്ക് തിരസ്കരിച്ചു. ഒറ്റ കാര്യമാണ്, ദൈവവചന അടിസ്ഥാനത്തിൽ ഒരു രൂപാന്തരം മലങ്കരയിലുണ്ടാകും. ആ എവിടെ നിന്ന് ലഭിച്ചു? 22ാമത്തെ വയസ്സ് മുതൽ എന്നെ നടത്തിയതാണ് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ. ദൈവിക ശുശ്രൂഷകാരിയെന്ന് പ്രിയപ്പെട്ടവരെ, ദാവീദിനെ പോലെ ആട്ടിൻകൂട്ടത്തെ നയിക്കത്തക്കവണ്ണം നമ്മെ ശക്തീകരിച്ച പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയുണ്ട്, ചൈതന്യമുണ്ട്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ആ വീണ കണ്ണുനീരിന്റെ ഫലമാണ്, ആ പ്രാർത്ഥനയുടെ ഫലമാണല്ലോന്ന് മറക്കരുത്. രണ്ടാമത് പറഞ്ഞല്ലോ, ദൈവാലയത്തിന്റെ കാഴ്ചയത്വത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കണ്ണുനീരിനെ കുറിച്ച് പറയുന്നത്. ബ്രെഡ് ഓഫ് ദ പ്രസൻസ്. പുറപ്പാട് പുസ്തകം 25:30, 1 ശമൂവേൽ 21:6, 1 രാജാക്കന്മാർ 7:47. ആസാഫ് ഈ അപ്പത്തിന്റെ കാര്യം ഓർത്ത് സങ്കീർത്തനം 8:5 ഇങ്ങനെ പറഞ്ഞു: കണ്ണുനീരിന്റെ അപ്പം ഞങ്ങൾക്ക് തിന്മാൻ തന്നിരിക്കുന്നു, കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ തന്നിരിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ മാത്രമല്ല മനുഷ്യർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്നിട്ടുള്ളത്. 1ാം ലോകമായുധ കാലഘട്ടത്തിലും 2ാം ലോകമായുധ കാലഘട്ടത്തിലും അതിനു മുമ്പും ഒക്കെ മനുഷ്യർക്ക് എപ്പോഴും കണ്ണീരിന്റെ അപ്പം തന്നിട്ടുണ്ട്. എന്നാൽ സഭയിലും ആ കണ്ണീരിന്റെ അപ്പം തന്നിട്ടുണ്ട്. പഴയ വൈദികരുടെ തക്സാകൾ പരിശോധിച്ചാൽ അത് മുഴുവൻ നനഞ്ഞിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. അബ്രാഹ്മ സാഹിബ് നനഞ്ഞു കാണും നിശ്ചയമായും. കണ്ണീരൊഴുക്കി കണ്ണീരൊഴുക്കി. അത്ര എളുപ്പമൊന്നുമല്ല ഈ പറയുന്നത് പോലെ മുത്തപ്പന്റെ പ്രതിമ എടുത്തു മാറ്റുന്നത്. ഭയങ്കര ലാഭക്കച്ചവടം നടക്കണം. ആരാധനക്കാരെ ഓർക്കണം, നിങ്ങൾക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടുകാർ തന്നെ. നാടിന്റെ പേര് എന്ന് പറയുന്നത് കോഴിവെട്ടികൾ ഏറായിരുന്നു, കല്ലെടുത്തുള്ള ഏറായിരുന്നു. എല്ലാ ലാഭവും വേണ്ട എന്ന് വെച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട തലമുറയാണ് നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് കണ്ണുനീരിന്റെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ഈ കാഴ്ച അപ്പത്തെ കുറിച്ച് മറക്കരുത്. കണ്ണുനീരിന്റെ അപ്പം തിന്നുകയും കണ്ണുനീരിന്റെ പാനീയം കുടിക്കുകയും ചെയ്യുമ്പോൾ ദൈവാലയത്തിലെ കാഴ്ചയപ്പത്തിന്റെ ശക്തി അവരെ ബലപ്പെടുത്തി. വിശുദ്ധ കുർബാനയുടെ ബലം ഇപ്പോഴാണ് അറിയുന്നത്. വിശുദ്ധ കുർബാനയുടെ ഓർമ്മ ഇപ്പോഴാണ് നമ്മെ ബലപ്പെടുത്തേണ്ടത്. ഇത് എന്നേക്കുമായി അടയ്ക്കപ്പെട്ട അധ്യായമല്ല. The first chapter after the last chapter എന്നതാണ് നമ്മുടെ വിശ്വാസം. എപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും, അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. I hope, I do believe that one day I will enter into the temple of God. എപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഈ ആകാംക്ഷയാണ് നമ്മുടെ വിജയത്തിന്റെ പ്രതീക്ഷയുടെ രഹസ്യം. ഹൃദയത്തിന്റെ ഈ പകരപ്പെടലാണ് ഇന്നിനെ നേരിടുവാൻ നമ്മെ സഹായിക്കുന്നത്. മൂന്നാമത്, ദൈവത്തിന്റെ സ്നേഹത്തെയും ദയയെയും ഉറപ്പിക്കുക. Affirm God's steadfast love. 9ാമത്തെ വാക്യം, നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ മുദ്രവായി ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്തെന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. അതിൽ 10 ഭാഗം, നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർത്തുകൊണ്ട് എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവിനെ നീ വിഷാദിച്ചുകൊണ്ട് ഇറങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, ദയയോടുകൂടിയ സ്നേഹം. ഇബ്രാഹിം ഭാഷയുടെ ഹസേൽ, ദയയോടുകൂടിയ ദൈവത്തിന്റെ സ്നേഹം. ചോദ്യങ്ങൾ ചോദിക്കുന്ന സങ്കീർത്തനക്കാരൻ, നീ എന്നെ മറന്നത് എന്ത്? ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. ജീവിതയാത്രയുടെ കഠിനമായ അനുഭവങ്ങളെ കുറിക്കുവാൻ
മുകളിലെ വാക്യങ്ങളിൽ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിൽ, ഓളങ്ങളും തിരമാലകളും, യോർദാൻ മരുഭൂമി, കർമ്മവും പർവ്വതാനുഭവം, വനത്തിൽ വേദനയുടെ അനുഭവത്തിലെ വെള്ളത്തിനായുള്ള കാംക്ഷ എന്നിവയെല്ലാം സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തുന്നു. സമുദ്രത്തിലും നദിയിലുമെല്ലാം അപകടാവസ്ഥകളുണ്ട്. മരുഭൂമിയുടെയും വനത്തിന്റെയും അനിശ്ചിതാവസ്ഥയുണ്ട്. പർവ്വതാനുഭവങ്ങളിൽ ശ്വാസമുട്ടിയുടെ കയറ്റമുണ്ട്. ഇതെല്ലാം ജീവിതാവസ്ഥകളാണ്. അവിടെയാണ് പൗരപുത്രന്മാർ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. സങ്കീർത്തനം 69:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ചേറ്റിൽ ഞാൻ താണു പോകുന്നു എന്ന അവസ്ഥയിൽ, ഞാൻ തലമേലിന്റെ കടൽപ്പുല്ല് വന്ന് കയറുന്ന അവസ്ഥയെ കുറിച്ച് യോന 2:1 മുതൽ 5 വരെ പറയുന്നത് പോലെ എണ്ണിയിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾക്കുള്ളിൽ സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സങ്കീർത്തനങ്ങൾ 46. നമുക്കറിയാം, ഈ സങ്കീർത്തനം എഴുതാറില്ല പരമപുത്രന്മാർ. ഞാൻ കുലുങ്ങിപ്പോകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഒരു നദി ഉണ്ട്, ജീവജലത്തിന്റെ നദി, സ്വച്ഛതയുള്ള വെള്ളത്തിന്റെ നദി. അതാണ് നിലനിർത്തുന്ന വിശ്വാസം, അതാണ് നിലനിർത്തുന്ന പ്രത്യാശ എന്ന് നമുക്ക് ഓർക്കാം. 4, വിശ്വാസി തന്നോട് തന്നെ പ്രസംഗിക്കുവാനും തന്റെ ഉള്ളിൽ തന്നെ സ്തുതി പാടാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. Faithfully is called to preach to himself and sing songs in his heart. 5-ാമത്തെ വാക്യം, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുകൊണ്ട് ഞാനുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ മുഖപ്രകാശക രക്ഷ. ഇത് വേറെ ഒരു ട്രാൻസ്ലേഷനും ഭംഗിയായി. മുഖം പ്രകാശിപ്പിക്കുന്ന രക്ഷയാണ് എന്റെ ദൈവം. മുഖപ്രകാശക രക്ഷ എന്റെ ദൈവം. അതുകൊണ്ട് ഇതൊരു തെറാപ്പിയാണ്. എത്ര മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാലും അവർ പ്രായോഗികമാക്കുന്ന അല്ലെ പറഞ്ഞിരുന്ന തെറാപ്പി തന്നെയാണ്. എന്താണ് തെറാപ്പി? പ്രത്യാശ ഇതാകാൻ, വിഷാദം മാറാൻ തന്നോട് തന്നെ സംസാരിക്കുക. എന്റെ ആത്മാവേ നീ വിഷാദിച്ചു ഇറങ്ങുന്നുണ്ട്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. മറ്റുള്ളവരെ കേൾക്കണം, നീ നിന്നോട് തന്നെ സംസാരിക്കണം. എന്നാൽ നാം നമ്മെ തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മോട് തന്നെ സംസാരിക്കാൻ സാധിക്കില്ല. നമ്മോട് തന്നെ ദൈവശബ്ദം കേൾക്കാനും പൗരപുത്രന്മാർ സങ്കീർത്തനത്തോട് തന്നെ ഓർമ്മിക്കുന്നു. അവരുടെ സങ്കീർത്തനം തന്നെ പറയുന്ന വാക്യമാണല്ലോ, മിണ്ടാതെ എന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി. Be still and know that I am God. ഈ കാലഘട്ടത്തിലേക്കുള്ള ദൂതാണ്. യാക്കോബിന്റെ ദുർഗമായ ദൈവത്തിന് സംഗീതം ആലപിക്കുമ്പോൾ ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ മാറിപ്പോകുമെന്ന് ഓർമ്മിക്കുന്നു. 86-ാം സങ്കീർത്തനം പൗരപുത്രന്മാരുടെ സങ്കീർത്തനമാണല്ലോ. അത് പറയുന്ന മനോഹരമായ വാക്യം, എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. Even my body will celebrate my God. എന്റെ ശരീരം പോലെ എന്റെ ദൈവത്തെ ആഘോഷിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ദിവാലയത്തിൽ പറഞ്ഞ ഒരു കൊച്ചുദാഹരണം കൂടെ പറയാം. ഒരു ഹൃദയം കൊടുത്തിരിക്കുന്ന ലഭ്യമായ മകന്റെ അടുത്തേക്ക് ഡോണറുടെ മാതാവ് വരികയാണ്. എന്നിട്ട് ആ ഡോണറുടെ മാതാവ്, ആരാണ് ഹൃദയം കൊടുത്ത ആളിന്റെ മാതാവ്, ഹൃദയം സ്വീകരിച്ച സ്വീകർത്താവിന്റെ നെഞ്ചോട് ചെരിവിച്ചു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, അയാളുടെ ഹൃദയത്തിലിരുന്ന ഉള്ളിലിരുന്ന ഹൃദയം എത്ര പ്രാവശ്യം പിടച്ചത്. ഈ പിടയ്ക്കാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഈ പിടയ്ക്കാണ് ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. എന്റെ അമ്മയുടെ ചെവി അവരുടെ ശരീരത്തിലൂടെയാണ് ഒരിക്കലും എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. രുചിവെച്ചതിന് കുറച്ചുകൂടെ മനസ്സിലായി. മിണ്ടാതെ ഞാൻ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഹൃദയവും എന്റെ ശരീരവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. 85-ാം സങ്കീർത്തനം പ്രാർത്ഥന കേട്ടതിന് ശേഷം തിരിച്ചുവരവിന് ശേഷമുള്ള ഒരു സങ്കീർത്തനമാണെന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നാം. 84 കഴിഞ്ഞുള്ള സങ്കീർത്തനമാണ് 85 പൗരപുത്രന്മാരുടെ സങ്കീർത്തനമാണ്.
നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു. യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നിന്റെ ജനങ്ങളിൽ ആനന്ദിക്കേണ്ടത് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? തിരുവനന്തപുരം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടത് നിന്റെ രക്ഷ നിന്റെ ഭക്തന്മാരോട് എത്ര അടുത്തിരിക്കുന്നു. നോക്കുക, അവരെ വന്നില്ല, പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നു സംശയമാണ്. എന്നാൽ വിശ്വാസത്തിന്റെ കരങ്ങളാൽ ഞാനത് കാണുന്നു. നമ്മുടെ പാടുന്നതിന്റെ വിശ്വാസത്തിന്റെ ഞാൻ കാണുന്നു, വിശ്വാസത്തിൽ കാണുന്നു. നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. കർത്താവേ, മോശം മരിച്ചു, യോശുവായി ഒരുക്കിയിരുന്നു, ഞങ്ങൾക്ക് വേറെ ആരുമില്ലല്ലോ. കൊട്ടൂരത്തച്ഛൻ കൈ വെച്ചതിന് ശേഷം പറഞ്ഞൊരു വാദമാണ്, വിശ്വാസത്താൽ ഞങ്ങൾ അത് കാണുന്നു. എഴുത്തുകാരൻ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആ സമയത്താണ് ചെറുകര ഭവനത്തിൽ ഒരു മുൻസിഫിന്റെ കുഞ്ഞായി യോഹന്നാൻ മാർത്തോമാ ജനിച്ചത്. ദൈവം മുന്നമേ കരുതുന്നവനാണ്. മാരാമണികാരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മാർത്തോമാ സഭയിൽ ആർക്കും മനസ്സിലാവും. ദൈവം കരുതുന്നവനാണ്. പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ നഷ്ടപ്പെടുത്തലിന്റെയും തിരസ്കരണത്തിന്റെയും അവഗണനയുടെയും സങ്കടത്തിന്റെയും നീരാളിക്കുന്നതിലായിരിക്കുന്നവർക്ക് വിടുതൽ നൽകുന്ന ദൈവവചനമാണ് സങ്കീർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് 42-ാം സങ്കീർത്തനത്തിലൂടെ നാം കേട്ടത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ മനസ്സിലാക്കരുത്. ഉറവയിലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചുപോക്കും ഉറപ്പാക്കുക. 2, പഴയകാല അനുഭവങ്ങളെ ഓർത്ത് ഹൃദയം പകരുക. 3, ദൈവത്തിന്റെ സ്നേഹവും ദൈവം ഉറപ്പിക്കുക. 4, അവരവരോട് തന്നെ പ്രസംഗിക്കുവാനും ഉള്ളിൽ സ്തുതി പാടുവാനും കഴിയുക. എന്റെ ആത്മാവേ, നീ ദൈവത്തെ പ്രത്യാശ വയ്ക്കുക, അവന്റെ മുഖപ്രകാശം രക്ഷിയും എന്റെ ദൈവമാകുന്നു എന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അതിജീവനത്തിന്റെ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് പാടാം. ദൈവമേ, ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ തന്നെത്താനെ ഉറക്കുക മാത്രമല്ല, അനേകരെ ഉറപ്പിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലോകചിന്തകേടാകും ഭാരചുമടാതീരാൽ, ലോകചിന്തകേടാകും ഭാരചുമടാതീരാൽ, അകോലപ്പെട്ടു തളർന്നിടുന്ന നേരം, അകോലപ്പെട്ടു തളർന്നിടുന്ന നേരം, യേശു സന്നിധി മാമഭാഗ്യം. ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും താഴ്ത്തിടുമ്പോൾ, ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും താഴ്ത്തിടുമ്പോൾ, ഒക്കെയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന, ഒക്കെയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന യേശു സന്നിധി മാമഭാഗ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായിട്ട് അങ്ങയോട് ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ അതിൻ്റെ പ്രാധാന്യം അടുത്ത് വരുവാൻ, മാനവത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആരാധന എന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നുള്ള അതിശയിപ്പിക്കുന്ന വചനം കർത്താവെ ഒരിക്കൽ കൂടെ ധ്യാനിക്കുവാനും വായിക്കുവാനും ചിന്തിക്കുവാനും തന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങളുടെ സ്തോത്രം. ഞങ്ങളുടെ അത്ഭുതങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ പ്രമോദനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. അടയാളങ്ങളുടെ ദൈവമായ ഞങ്ങളെ വഴിനടത്തുന്നതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. കഷ്ടതയിലും പ്രതിസന്ധിയിലും വേദനയുടെ മധ്യത്തിലും
ഞങ്ങൾക്ക് ചുറ്റും പടരുമ്പോഴുമൊക്കെ എൻ്റെ വലിയ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ മറച്ചു പിടിക്കുന്നതിനായിട്ട് നിങ്ങളെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആ വലിയൊരു ഉറപ്പം ഇന്ന് വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കലങ്ങിപ്പോകേണ്ടവരല്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളുന്നുള്ള വലിയ പ്രത്യാശയങ്ങൾ ജീവിക്കേണ്ടവരാണെന്നുള്ള ആശ്വസിപ്പിക്കുന്ന വലിയ ശക്തമായ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനത്തിൽ ജീവിക്കുവാൻ, അടിയുറച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായ വചനം നിന്റെ അഭിഷേകത്തിലൂടെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം. പ്രിയപ്പെട്ട ജേക്കബ് മാധ്യക്ഷന്റെ കാര്യങ്ങളിലേക്ക് കാലത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകന്റെ സാക്ഷ്യത്തിനായിട്ടും സേവനത്തിനായിട്ടും ശുശ്രൂഷകൾക്കായിട്ടും നിങ്ങളോട് ഞങ്ങൾ സ്തുതിക്കുന്നു. ആ ജീവിതത്തെ മാനിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പഠനവും അച്ഛൻ്റെ അനുഭവങ്ങളും ഒക്കെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിനും ഉദാഹരണമാക്കുന്നതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ വൈകുന്നേരം വചനം വായിക്കാൻ അച്ഛനെ ബലപ്പെടുത്തിയല്ലോ. ഈ വചനം ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായും കാലം ദീപമായും ഈ ഇടവകയ്ക്ക് അനുഗ്രഹമായും ചെയ്യുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വായനക്കാലത്ത് പാലിച്ച് കർത്താവെ സന്തോഷത്തോടെയും പ്രത്യാശയോടും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് ഞങ്ങളെ നിന്ന് ചതിക്കുന്നവരെ തീരുമാനിച്ചിടയായവരെ കൃപയോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ മുഖാന്തരം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരാമർത്ഥമായ ഇടവേക്കായിട്ടുള്ള സ്തോത്രം. ദൈവമായ കർത്താവെ, പ്രത്യാശയുടെ വിശ്വാസത്തിന്റെ ഏറ്റുകളായി ഈ നാളുകളിലൂടെ തുടരുമ്പോൾ സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുപോകുന്ന കുറവുകളൊക്കെ ക്ഷമിക്കണമേ. കൃപയെ ഞങ്ങളെ ആഗ്രഹിക്കുന്നു. ആവശ്യമായ നന്മകളെ നൽകണമേ. ഈ കോവിഡ് കാലത്തെ പ്രതിസന്ധികളുടെ, രോഗങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, ദുഃഖങ്ങളുടെ കാലത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വത്തിൽ നിന്ന് എല്ലാവരെയും വാഴ്ത്തണമേ. എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വാഴ്ത്തി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. പെരിയാതങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഈ രാത്രി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി കൊടുക്കും. രാത്രിയിൽ കർത്താവേ, പെരിയാൻ പോകുമ്പോൾ നിന്റെ കൃപ ഞങ്ങളോട് എല്ലാവരോടും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് പുതിയൊരു ദിവസം തരുകയും സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തണം. ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിന്റെ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നമ്മുടെ ഇടവകയുടെ 580ാമത് ഇടവക സ്ഥാപിത ദിനവും നവീകരണത്തിന് ശേഷമുള്ള അതിൻ്റെ 184ാമത് വാർഷികവും പക്ഷെ നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിലാണ് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ നമുക്കറിയാം. അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് കൂടി വരുവാനായിട്ടിടയാക്കിയ കൃപയോർത്ത്, ദൈവത്തിൻ്റെ കരുതലോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും മാത്രമാണ്. ഈ സന്ധ്യയിൽ നമുക്ക് വളരെ കാലികമായ ഒരു സന്ദേശം ലഭിക്കുവാനായിട്ട് ഇടയായി. 42ാം സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കോരഹപുത്രന്മാരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് അതിജീവനത്തിന്റെ സംഗീതം നമുക്ക് ചൊരിഞ്ഞു തന്ന കൃത്യമായ അളവിൽ ആ തിരുവചനം പ്രാപിച്ചു തന്ന ബഹുമാനപ്പെട്ട അച്ഛനെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മൊത്തം ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഈ ഇടവക ദിനത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ ധ്യാന യോഗത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛനോടുള്ള വർത്തമായ ഇടവകയുടെ ഏറ്റവും ആത്മാർത്ഥമായുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാം അച്ഛനാണ്. വളരെ പെട്ടെന്ന് ഇങ്ങനെ ഈ കൺവെൻഷൻ ക്രമീകരിക്കുകയും
അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയും പ്രാർത്ഥനയോടെ ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ട് ഇന്ന് ഈ കാലങ്ങളിൽ നമ്മുടെ ഇടവകയെ ശക്തമായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ നമ്മുടെ ഇടവകാരി ജോർജ് ബ്രാഞ്ചിനോടുള്ള കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകുന്ന നമ്മുടെ സഹവികാരിമാരായ ബഹുമാനായ ലിജുരാജ് അച്ഛൻ, ബഹുമാനായ ഡൈജു ജോർജ് അച്ഛൻ, ഈ മീറ്റിംഗിൽ ഈ കൺവെൻഷൻ അത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള അക്ഷീണമായ പ്രയത്നത്തിലായിരുന്നു അവരുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ചെറിയ ചില സാങ്കേതിക തകരാറുകൾ നമുക്ക് മുഴുവനായിട്ട് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ദിവസം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശിക്കുകയാണ്. അങ്ങനെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇടവകയുടെ ഇത് മാത്രമല്ല, ഇടവകയുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ രണ്ട് അച്ഛന്മാരുടെ കുടുംബത്തോടും മാരാമൺ വർദ്ധമായ ഇടവകയുടെ ഏറ്റവും ഉദാത്തമായ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ ഇടവക ഗായക സംഘം വളരെ ചുരുക്കം പേർക്കാണ് കടന്നു വരുവാനായിട്ട് കഴിയുന്ന ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. എന്നെങ്കിലും അവർ കൃത്യമായിട്ട് കടന്നു വരികയും വളരെ ശക്തമായ ആത്മീയ ഗാനങ്ങളിലൂടെ നമ്മുടെ ആരാധനയെ ശക്തീകരിക്കുകയും ചെയ്തു. ഇടവക ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്നവർ, കടന്നു വന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് വീണ്ടും അറിയിക്കുന്നു. ഈ യോഗത്തിലേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ മറ്റ് പല മാധ്യമങ്ങളിലൂടെ ഈ സമ്മേളനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഇടവക ജനങ്ങൾ, അവരുടെ പ്രാർത്ഥനയിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷൻ യോഗങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം സ്വന്തം ഭവനങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന, ഈ സുവിശേഷ യോഗം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും മാരാമൺ ഇടവകയുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥനയും പങ്കാളിത്തവും ഉണ്ടാവണമേ എന്ന് മാത്രം പറയുന്നു. ഈ രാജ്യങ്ങൾ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് സന്നിധിയിൽ ഒരിക്കൽ കൂടെ ശിരസ്സ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിർവഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് 6:00 ശ്രീശോയുടെ ആഗ്രഹങ്ങളും അതായത് സ്ഥാപനം പ്രാർത്ഥനാപൂർവ്വം ഈ സുവിശേഷ സംബന്ധിക്കുന്നതിന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു.